ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടകളിൽ അട്ടിമറിയുടെ കൊടുങ്കാറ്റ് വീശിക്കൊണ്ട് തമിഴ്നാടിന്റെ ഭരണം കൈപ്പിടിയിലൊതുക്കിയ ദളപതി വിജയ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കി വിപ്ലവകരമായി മുന്നേറുകയാണ്. DMK-യുടെയും മറ്റും 5 പതിറ്റാണ്ടുകാലത്തെ ആധിപത്യം തകർത്തെറിഞ്ഞ് മെയ് 10-നാണ് തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വിജയ് ആദ്യ നാളുകളിൽ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി കളം നിറയുകയാണ്. രാഷ്ട്രീയം എന്നത് പണം പിരിക്കാനുള്ളതല്ല, ജനങ്ങളെ സേവിക്കാനുള്ളതാണ് എന്ന തന്റെ സത്യപ്രസംഗത്തിലെ വാക്കുകൾ വെറും മുദ്രാവാക്യങ്ങളല്ല എന്ന് തെളിയിക്കുന്ന ഉത്തരവുകളാണ് പുതിയ മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരിക്കുന്നത്. കർഷകരെ നെഞ്ചോട് ചേർക്കുന്ന വൺ മാൻ ഷോ മുഖ്യമന്ത്രിയുടെ കസാലയിൽ ഇരുന്ന് വിജയ് ഇപ്പോൾ കാഴ്ചവെക്കുകയാണ്. തമിഴ്നാട്ടിലെ കാർഷിക മേഖലയെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ വൻ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. 5 ഏക്കറിൽ താഴെ മാത്രം ഭൂമിയുള്ള ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ മുഴുവൻ കാർഷിക കടങ്ങളും പുതിയ സർക്കാർ പൂർണ്ണമായും എഴുതിത്തള്ളി. ഇതിലൂടെ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങളാണ് ഉടനടി ആശ്വാസം ലഭിക്കുന്നത്. വലിയ കർഷകരെയും സർക്കാർ കൈവിട്ടിട്ടില്ല. 5 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർക്ക് കാർഷിക വായ്പകളിൽ 50% ഇളവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷകരുടെ കണ്ണീരൊപ്പുക എന്നതാണ് തന്റെ സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കങ്ങൾ. കടങ്ങൾ എഴുതിത്തള്ളിയതിനു പുറമെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ഉറപ്പാക്കാനും വിജയ് സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നെല്ലിന്റെ താങ്ങുവില കിൻഡലിന് 3500 രൂപയും കരിമ്പിന്റെ താങ്ങുവില ടണ്ണിന് 4500 രൂപയും ഉയർത്താൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ചരിത്രത്തിൽ ആദ്യമായാണ് തമിഴ്നാട്ടിൽ കർഷകർക്ക് ഇത്രയും ഉയർന്ന താങ്ങുവില പ്രഖ്യാപിക്കുന്നത്. വിയർപ്പൊഴുക്കുന്ന കർഷകന് അതിന്റെ ഫലം തന്റെ മണ്ണിൽ നിന്ന് തന്നെ ലഭിക്കണമെന്ന വിജയുടെ കടുംപിടുത്തമാണ് ഈ വില വർധനവിന് പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്. ഇതോടെ തമിഴകത്തെ ഗ്രാമങ്ങളിൽ വലിയ ആശ്വാസമാണ് പ്രകടമാകുന്നത്. വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാണ് വിജയ് നടത്തിയിരിക്കുന്നത്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളുടെ പഠനം പണമില്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും മുടങ്ങരുതെന്ന നിർബന്ധം പുതിയ സർക്കാരിനുണ്ട്. 2 ഏക്കറിന് താഴെ മാത്രം ഭൂമിയുള്ള ദരിദ്ര കർഷകരുടെയും 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത ഭൂരഹിതരായ കർഷക തൊഴിലാളികളുടെ മക്കളുടെയും മുഴുവൻ വിദ്യാഭ്യാസ ചെലവുകളും ഇനി മുതൽ തമിഴ്നാട് സർക്കാർ വഹിക്കും. സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള ചെലവുകൾ സർക്കാർ ഏറ്റെടുത്തതോടെയാണ് ഈ നീക്കത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ പ്രകടമാകുന്നത്. തമിഴകത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും വഴിയൊരുക്കുകയാണ് ഇതുവഴി സർക്കാർ നടത്തുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വെറും 2 വർഷത്തിനുള്ളിൽ തമിഴ്നാട് നിയമസഭയിൽ 234 സീറ്റുകളിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയ ചരിത്രമാണ് വിജയുടെ TVKക്കുള്ളത്. DMK-യെയും AIDMK-യെയും പോലുള്ള വമ്പന്മാരെ അട്ടിമറിച്ച് കോൺഗ്രസും ലീഗും CPM ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണയോടെ ഭൂരിപക്ഷം തെളിയിച്ച വിജയ് സർക്കാർ തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ യുഗത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഭരണമേറ്റ് ദിവസങ്ങൾക്കകം തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് താനൊരു ട്വിറ്റർ രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനനായകനാണെന്ന് വിജയ് തെളിയിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തമിഴകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾക്കായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.